എല്ലാ മനുഷ്യരും ആരെങ്കിലുമൊക്കെ തൻ്റെ കൂടെ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. പ്രത്യേകിച്ചും ഏകാന്തതയും കഷ്ടതയും ഭയവും അനിശ്ചിതത്വങ്ങളും ജീവിതത്തിലുണ്ടാകുമ്പോൾ മറ്റുള്ളവരുടെ സാന്നിധ്യം നാം ആഗ്രഹിക്കുന്നു. മനുഷ്യന് നൽകപ്പെട്ട ദൈവിക വാഗ്ദാനങ്ങളിൽ പ്രധാനപ്പെട്ടത് ഭൗതിക അനുഗ്രഹങ്ങൾ മാത്രമല്ല, നിരന്തരം ലഭ്യമാകുന്ന ദൈവിക സാന്നിധ്യമാണ്. ദൈവം ഒരിക്കലും മനുഷ്യരിൽ നിന്ന് അകന്നു നിൽക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. പരിശുദ്ധാത്മാവിലൂടെ നമ്മുടെ ഉള്ളിൽ വസിക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി നമുക്ക് നൽകപ്പെട്ട ചിന്താവിഷയം പരിശുദ്ധാത്മാവ് ഉള്ളിൽ വസിക്കുന്ന സാന്നിധ്യത്തിൻ്റെ വാഗ്ദാനം എന്നുള്ളതാണ്. നൽകപ്പെട്ട പാഠഭാഗങ്ങളെ ആസ്പദമാക്കി ഈ വിഷയം നമുക്ക് ചിന്തിക്കാം. ഒന്നാമത്തെ ചിന്ത, തകർക്കപ്പെട്ട ലോക അന്തരീക്ഷത്തിൽ ദൈവസാന്നിധ്യം അനിവാര്യമാണ്. തകർക്കപ്പെട്ട ലോക അന്തരീക്ഷത്തിൽ ദൈവസാന്നിധ്യം അനിവാര്യമാണ്. യെശയ്യാ പ്രവചനം 59 അധ്യായം 14 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ യെശയ്യാ പ്രവാചകൻ ഒരു സമൂഹത്തിൻ്റെ ഇരുണ്ട ചിത്രത്തെ വരച്ചു കാട്ടുന്നു. നീതി നിഷേധിക്കപ്പെട്ട, സത്യം ഇല്ലാതാക്കപ്പെട്ട, ന്യായത്തിന് യാതൊരു സ്ഥാനവുമില്ലാത്തൊരു സമൂഹം. ആളുകൾ അഴിമതിയിലും പാപത്തിലും മുങ്ങിത്താഴുന്നു. ഇത് പുരാതന ഇസ്രായേലിൻ്റെ ചിത്രം മാത്രമല്ല, ആധുനിക കാലഘട്ടത്തിൻ്റേത് കൂടിയാണ്. അക്രമം, ചതി, അഹങ്കാരം, സ്വാർത്ഥത, തകർക്കപ്പെട്ട ബന്ധങ്ങൾ, ആത്മീയ ശൂന്യത ഇവയെല്ലാം മനുഷ്യജീവിതത്തെ കൂടുതൽ ദുഷ്കരമാക്കിക്കൊണ്ടിരിക്കുന്നു. യെശയ്യാ പ്രവചനം 59 അധ്യായം 16 വാക്യം, ആരുമില്ലെന്ന് അവൻ കണ്ടു, പക്ഷപാതം ചെയ്യുവാൻ ആരുമില്ലാകിയാൽ ആശ്ചര്യപ്പെട്ടു. അതുകൊണ്ട് അവൻ്റെ ഭുജം തന്നെ അവന് രക്ഷവരുത്തി, അവന് നീതി അവനെ താങ്ങി. മനുഷ്യന് പാപത്തു നിന്ന് സ്വയം രക്ഷ നേടുവാൻ കഴിയുകയില്ല. അതോടൊപ്പം മനുഷ്യഹൃദയത്തെ രൂപാന്തരപ്പെടുത്തുവാൻ രാഷ്ട്രീയ സംവിധാനങ്ങൾക്കോ പണത്തിനോ വിദ്യാഭ്യാസത്തിനോ അധികാരത്തിനോ സാധ്യവുമല്ല. അതിന് ദൈവിക ഇടപെടൽ ആവശ്യമാണ്. ദൈവത്തിന് മാത്രമാണ് മനുഷ്യഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തുവാനും നന്മയിലേക്ക് നയിക്കാനും കഴിയുന്നത്. അതുകൊണ്ട് മനുഷ്യൻ്റെ ഏറ്റവും വലിയ അനിവാര്യത ആത്മീയ ഉണർവാണ്. ഈ വേദഭാഗത്തിൽ അനീതിയുടെയും മനുഷ്യൻ്റെ കഷ്ടതയുടെയും അന്തരീക്ഷത്തിൽ മനുഷ്യരെ രക്ഷിക്കുവാൻ ദൈവം ഇടപെടുന്നതായി നാം കാണുന്നു. യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണവും വീണ്ടെടുപ്പും ദൈവിക പദ്ധതിയുടെ ഭാഗമാണ്. അതോടൊപ്പം മനുഷ്യഹൃദയങ്ങളുടെ രൂപാന്തരത്തിനായി ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ വാഗ്ദത്തം ചെയ്യുകയും ലോകത്തിലേക്ക് അയക്കുകയും ചെയ്തു. യെശയ്യാവ് 59 അധ്യായം 21 വാക്യത്തിൽ ദൈവം ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിന്റെ മേലുള്ള എൻ്റെ ആത്മാവും നിന്റെ വായിൽ ഞാൻ തന്ന എൻ്റെ വചനങ്ങളും നിന്റെ സന്തതിയുടെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ വായിൽ നിന്നും ഇന്നു മുതൽ ഒരു നാളും വിട്ടുപോകുകയില്ല. ഇത് മനുഷ്യന് വാഗ്ദാനം ചെയ്യപ്പെട്ട ദൈവ സാന്നിധ്യത്തെക്കുറിച്ചുള്ള അറിയിപ്പാണ്. ദൈവത്തിൻ്റെ ആത്മാവും ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ ഉടമ്പടിയും എല്ലാ നാളും നമ്മോട് കൂടെ ഉണ്ടാകും. ദൈവത്തിൻ്റെ ആത്മാവ് മനുഷ്യൻ്റെ ഉള്ളിൽ നിരന്തരം വസിക്കുന്ന ദൈവിക ശക്തിയാണ്. മനുഷ്യൻ്റെ ദുഃഖത്തിൽ, നിരാശയിൽ, ഭയത്തിൽ മനഃശക്തിക്ക് മാത്രം മനുഷ്യനെ രക്ഷിക്കുവാൻ കഴിയുകയില്ല. അതിന് ദൈവസാന്നിധ്യം അനിവാര്യമാണ്. ക്രിസ്തീയ സഭ നിലനിൽക്കുന്നത് മാനുഷ്യ ശക്തിയിലല്ല, മനുഷ്യഹൃദയങ്ങൾ വസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്താലാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ, സമൂഹത്തെ രൂപാന്തരപ്പെടുത്തുവാൻ ദൈവാത്മ ശക്തിയുടെ പ്രവർത്തനത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. രണ്ടാമത്തെ ചിന്ത, യേശുക്രിസ്തുവിലൂടെയാണ് ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിനായുള്ള വഴി തുറക്കപ്പെട്ടത്. യേശുക്രിസ്തുവിലൂടെയാണ് ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിനായുള്ള വഴി തുറക്കപ്പെട്ടത്. എബ്രായർ 10 അധ്യായം 8 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ എങ്ങനെയാണ് പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ദൈവിക വാഗ്ദാനം യാഥാർത്ഥ്യമായത് എന്ന് പറഞ്ഞിരിക്കുന്നു. എബ്രായർ 10 അധ്യായം 8 വാക്യം, ന്യായപ്രമാണ പ്രകാരം കഴിച്ചു വരുന്ന യാഗങ്ങളും വഴിപാടും സർവാംഗ ഹോമങ്ങളും പാപയാഗങ്ങളും നീ ഇച്ഛിച്ചില്ല, അവയിൽ പ്രസാദിച്ചതുമില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. പഴയ നിയമത്തിലെ യാഗങ്ങൾക്കും അതിലൂടെ ലഭ്യമാകുന്ന വീണ്ടെടുപ്പിനും പരിമിതികളുണ്ട്. മൃഗബലികൾ ഒരിക്കലും മനുഷ്യ മനസാക്ഷിയെ സ്വാധീനിക്കുവാനോ ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തുവാനോ കഴിയുന്നതായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പാപം മൂലം ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ അനുരഞ്ജനത്തിലേക്ക് നയിക്കുവാൻ കഴിഞ്ഞിരുന്നതുമില്ല. എബ്രായർ 10 അധ്യായം 10 വാക്യം, യേശു ക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ
വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ യാഗത്തിലൂടെ പാപക്ഷമയും വിശുദ്ധിയും ദൈവമായുള്ള അനുരഞ്ജനവും നമുക്ക് ലഭ്യമായിരിക്കുന്നു. എബ്രായർ 10:16 എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതുമെന്ന് കർത്താവിൻ്റെ അരുളപ്പാട്. ഇത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെയാണ് കുറിക്കുന്നത്. പരിശുദ്ധാത്മാവാണ് ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തുവാനും മനസ്സിലെ പുതുക്കുവാനും സ്വഭാവങ്ങൾക്ക് മാറ്റം വരുത്തുവാനും അനുസരണ മനോഭാവം രൂപപ്പെടുത്തുവാനും ഇടയാക്കുന്നത്. ക്രിസ്തീയ സമൂഹം എന്നത് ദൈവാത്മാവിനാൽ രൂപാന്തരപ്പെട്ടവരുടെ കൂട്ടമാണ്. ചിലപ്പോഴെല്ലാം ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളുമെല്ലാം നാം ആശ്രയിക്കാറുണ്ട്. പക്ഷേ പുറമേയുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടല്ല ക്രിസ്തീയ ജീവിതം യാഥാർത്ഥ്യമായി തീരുന്നത്. നമ്മെ ബോധ്യപ്പെടുത്തുകയും വഴികാട്ടുകയും ആശ്വസിപ്പിക്കുകയും വിശുദ്ധീകരിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുന്ന ദൈവാത്മാവിൻ്റെ പ്രവർത്തനത്താലാണ്. ഇപ്രകാരം യേശുക്രിസ്തു മുഖാന്തരമാണ് പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭ്യമാകുന്നത്. മൂന്നാമത്തെ ചിന്ത, ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള യേശുവിൻ്റെ വാഗ്ദാനം. ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള യേശുവിൻ്റെ വാഗ്ദാനം. യോഹന്നാൻ 14:15 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ യേശുവിൻ്റെ ക്രൂശീകരണത്തിന് മുമ്പുള്ള യേശുവിൻ്റെ ശിഷ്യന്മാരോടുള്ള വിടപറച്ചിലിൻ്റെ വാക്കുകൾ കാണാൻ സാധിക്കുന്നു. യേശു തങ്ങളെ വിട്ടുപിരിയാൻ പോകുന്നു എന്ന വാക്കുകൾ ശിഷ്യന്മാരെ ഉത്കണ്ഠാകുലരാക്കി. യോഹന്നാൻ 14:15 യേശു ശിഷ്യന്മാരോട് ഇപ്രകാരം പറഞ്ഞു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. ദൈവത്തെ അനുസരിക്കുക എന്നത് നിർബന്ധപൂർവമായോ കടമയായിട്ടോ മാത്രം ചെയ്യേണ്ട ഒന്നല്ല. അത് ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹത്തിൻ്റെ പ്രകടനമാണ്. നമ്മുടെ നിത്യജീവിതത്തിൽ ദൈവത്തോടുള്ള അനുസരണത്തിൽ നമ്മെ നിലനിൽക്കുവാൻ സഹായിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. യോഹന്നാൻ 14:16 യേശു ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ഇവിടെ കാര്യസ്ഥൻ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് ആശ്വസിപ്പിക്കുന്നവൻ, പ്രബോധിപ്പിക്കുന്നവൻ, ശക്തീകരിക്കുന്നവൻ എന്നൊക്കെയാണ്. ക്രിസ്തുവിൻ്റെ ഭൗതിക സാന്നിധ്യം ഇല്ലാതാകാൻ പോകുന്ന സാഹചര്യത്തിലാണ് എന്നേക്കും കൂടെ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ നൽകി തന്നിരിക്കുന്നത്. ഇപ്രകാരം നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കും. യോഹന്നാൻ 14:18 ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. യേശുവിൻ്റെ അസാന്നിധ്യത്തെക്കുറിച്ചുള്ള ഭയം ശിഷ്യന്മാരെ അസ്വസ്ഥരാക്കി. എന്നാൽ പരിശുദ്ധാത്മാവിലൂടെ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം ഇന്നും നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. യോഹന്നാൻ 14:20 ഞാൻ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും എന്ന് നിങ്ങൾ അന്നറിയും. ഇതാണ് നമ്മുടെ ഉള്ളിൽ ലഭ്യമാകുന്ന ദൈവിക സാന്നിധ്യത്തിൻ്റെ നിഗൂഢ രഹസ്യം. ക്രിസ്തു ഓരോ വിശ്വാസികളുടെയും ഉള്ളിൽ വസിക്കുന്നു. വിശ്വാസികൾ ക്രിസ്തുവിൽ നിലനിൽക്കുന്നു. ഇപ്രകാരം ദൈവത്തിൻ്റെ ആത്മാവാണ് ദൈവവുമായി മനുഷ്യനെ ബന്ധിപ്പിക്കുന്നത്. ക്രിസ്തീയ ജീവിതം എന്നത് ക്രിസ്തുവിനെ കുറിച്ച് വിശ്വസിക്കുക മാത്രം ചെയ്യുന്ന ഒന്നല്ല, ക്രിസ്തുവുമായുള്ള കൂട്ടായ്മയിൽ നിലനിൽക്കുന്ന ജീവിത അനുഭവമാണ്. നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് ദുഃഖങ്ങളിലും വേദനയിലും നമ്മെ ശക്തീകരിക്കുന്നു. അത് പാപത്തെക്കുറിച്ച് നമ്മെ ബോധ്യപ്പെടുത്തുകയും അനുതാപത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. ആധുനിക മനുഷ്യൻ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു. ഏതാണ് ശരി, ഏതാണ് തെറ്റ് എന്ന് തിരിച്ചറിയുവാൻ കഴിയുന്നില്ല. വിഭാഗീയതകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഭാവിയെക്കുറിച്ചുള്ള ഭയം മനുഷ്യ മനസ്സുകളെ അലട്ടുന്നു. എന്നാൽ ദൈവം വാഗ്ദാനം ചെയ്ത യേശുക്രിസ്തു മുഖാന്തരം നൽകപ്പെട്ട പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. അത് നമ്മെ ധൈര്യപ്പെടുത്തുകയും ആത്മശക്തിയും സംതൃപ്തിയും ദൈവസാന്നിധ്യ ബോധവും നമുക്ക് നൽകി തരികയും ചെയ്യുന്നു. യേശു ഇന്ന് നമ്മോട് പറയുന്നു, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവസാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആത്മധൈര്യവും ശക്തിയുള്ളവരാകുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.